നടിയും ബി.ജെ.പി. എംപിയുമായ കങ്കണ റണാവത്ത് നടത്തിയ വിവാദ പരാമർശത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് നേതാവ്. നഴ്സിംഗ് തൊഴിൽ ലൈംഗികവൽക്കരിക്കപ്പെട്ടെന്നും നഴ്സുമാരുടെ യൂണിഫോം ഭാരതീയ രീതിയിലേക്ക് മാറ്റണം എന്നുമായിരുന്നു ആ വിവാദ പരാമർശം. വിവാദമായെങ്കിലും പരാമർശം പിൻവലിക്കാൻ നടി തയ്യാറായിട്ടില്ല. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ശ്രീനാഥൻ, നഴ്സുമാർക്കെതിരെ കങ്കണ റണാവത്ത് നടത്തിയ പരാമർശം അങ്ങേയറ്റം മോശവും അപമാനകരവും അപകീർത്തികരവുമാണ്. ലോക്സഭാ സ്പീക്കർക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അവർ ഈ പ്രസ്താവനയിൽ നിന്ന് പിന്നാക്കം പോകാൻ തയ്യാറായിട്ടില്ലല്ലോ. വിവാദം കത്തുകയാണോ? തീർച്ചയായും ഈ വിവാദ പരാമർശത്തിൽ കങ്കണ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ഛത്തീസ്ഗഡിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രദർശനവും മറ്റ് പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയ സമയത്ത് വിമാനത്താവളത്തിൽ വെച്ച് രാത്രിയോടെ നിങ്ങൾ മുൻപ് നടത്തിയ പരാമർശം വലിയ വിവാദമായല്ലോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ തമാശ രൂപേണ സംസാരിച്ച് ഒഴിഞ്ഞു മാറാനാണ് കങ്കണ ശ്രമിച്ചത്. അത്തരം കാര്യങ്ങളിൽ നഴ്സുമാർ വസ്ത്രത്തെക്കുറിച്ച് നഴ്സുമാർ തന്നെ പറയട്ടെ എന്നതായിരുന്നു കങ്കണയുടെ പ്രതികരണം. ഏതായാലും കങ്കണയ്ക്കെതിരെ ഇപ്പോൾ ലോക്സഭ എംപിക്ക് ഇപ്പോൾ പരാതി എത്തിയിട്ടുണ്ട്. സ്പീക്കർക്ക് പരാതി പോയിരിക്കുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവായ വിനീത് തോമസ് എന്ന ദില്ലിയിൽ താമസിക്കുന്ന വ്യക്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ ഒരു നഴ്സ് കൂടിയാണ്. നഴ്സുമാരുടെ അന്തസത്തയെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് കങ്കണയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതാണ് അദ്ദേഹം ഈ പരാതിയിൽ പറയുന്നത്. ഒരു എം പി എന്നുള്ള പദവിയിലിരിക്കെ ഇത്തരം ഒരു പരാമർശം നടത്തിയെങ്കിൽ അതിൽ കടുത്ത നടപടി ഉണ്ടാകണം എന്നതാണ് സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ഇപ്പോൾ പറയുന്നത്. ഏതായാലും പരാമർശത്തിൽ കങ്കണ ഉറച്ചു നിൽക്കുന്നു. അതേസമയം ബി.ജെ.പി. നേതാക്കൾ കങ്കണയുടെ പരാമർശത്തിന് പിന്തുണ നൽകുന്നുണ്ട്. ഇപ്പോൾ തെലങ്കാനയിൽ നിന്നുള്ള ടി.ആർ. ശ്രീനിവാസിന്റെ പ്രതികരണം നമുക്ക് മുന്നിലുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ വസ്ത്ര രീതിയിലേക്ക് ഏതായാലും മാറ്റണം. ഇപ്പോൾ നഴ്സുമാർ ധരിക്കുന്ന വസ്ത്രം അത് ഇന്ത്യൻ സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന പരാമർശമാണ് ബി.ജെ.പി. നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ബി.ജെ.പി. നേതാക്കൾ ഈ വിവാദത്തിൽ കങ്കണയ്ക്കൊപ്പമാണ്. ജി കെ. ശരി, ശ്രീനാഥ് ചന്ദ്രൻ ആണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.